എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 85 ശ്ലോകം 16 മുതൽ 25 വരെ 10 ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ഈശ്വരന്മാരെ പറ്റി ഇങ്ങനെ വളരെ ഗഹനമായിട്ട് ചിന്തിക്കുന്നു വസുദേവര്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 16. യദൃച്ഛയാ നൃതാം പ്രാപ്യ സുകൽപ്പാമിക ദുർലഭാം സ്വാർത്ഥേ പ്രമത്യസ്യ വയോ ഗതം ത്വന്മായേശ്വര. ഇങ്ങനെ രാമകൃഷ്ണന്മാരുടെ മഹാപ്രഭാവത്തെ പറഞ്ഞതിന് ശേഷം തന്റെ അറിവില്ലായ്മയെ കുറിച്ച് ദുഃഖിക്കണു വസുദേവര്. പറയണു, ഹേ ഈശ്വര, ഈ പ്രപഞ്ചത്തില് ദുർലഭമായിരിക്കുന്നതും ഇന്ദ്രിയങ്ങളുടെ പരിപൂർണ ശക്തിയോടുകൂടിയതുമായ മനുഷ്യദേഹം ഏതോ സംഗതിവശാൽ സിദ്ധിച്ചിരിക്കെ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മനുഷ്യജന്മം കിട്ടി, അങ്ങനെ ആ സംഗതിവശാൽ സിദ്ധിച്ചിരിക്കെ അങ്ങയുടെ മായാശക്തിയുടെ ആവേശ നിമിത്തം ആ മനുഷ്യജന്മത്തെ പുരുഷാർത്ഥത്തെ സാധിക്കാൻ ഉപകരിക്കുന്ന നിന്തിരുവടിയുടെ തത്വത്തെ അറിയാൻ ഉപയോഗിക്കാതെ ഇത്രയും കാലം ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞു. അസാവഹം മമൈവേദേ ദേഹേ ജാസ്യാന്വയാദിഷു സ്നേഹപാശേർനിബധ്നാതി ഭവാൻ സർവമിദം ജഗത്. മായ എങ്ങനെയാണ് മോഹിപ്പിക്കണത് എന്ന് പറയുന്നു. ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളെയും നിന്തിരുവടിയുടെ മായാശക്തി സ്നേഹപാശത്താൽ ബന്ധിക്കുന്നു. ഈ ദേഹത്തെ ഞാൻ എന്ന് അഭിമാനിച്ച് ദേഹസ്നേഹ നിമിത്തം ക്ലേശിക്കണു. ഈ ദേഹം ഏതു കുലത്തിൽ ജനിച്ചുവോ ആ കുലത്തെയും ദേഹത്തെ ജനിപ്പിച്ച മാതാപിതാക്കന്മാരെയും എന്റെ എന്നുള്ള അഭിമാനത്താൽ സ്നേഹിച്ച് അവരുടെ സുഖദുഃഖാദികളിൽ സന്തോഷവും ഖേദങ്ങളും ഒക്കെ പ്രാപിച്ച് പരവശനായിത്തീരുന്നു. ഇങ്ങനെ ഞാനെന്നും എന്റേതെന്നുമുള്ള അഭിമാനം ഉണ്ടാക്കി തീർക്കുന്നത് നിന്തിരുവടിയുടെ മായാശക്തിയാണ്. അതാണ് വസുദേവര് പറഞ്ഞതിന്റെ സാരം. യുവാം നസുതൗ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരൗ ഭൂഭാരക്ഷത്രക്ഷവണ അവതീർണൗ തഥാർത്ഥഃ. ആദ്യം വസുദേവര് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വിദിതോസി ഭവാൻ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരൻ. ഭഗവാനാണ് അവിടുന്ന് ഈശ്വരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ജനിച്ച സമയത്ത് അവതാര സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തുകൊണ്ട് വസുദേവര് ഉപസംഹരിക്കുകയാണ്. നിങ്ങള് രണ്ടുപേര് ഞങ്ങളുടെ പുത്രന്മാരല്ല. ഈ ലോകത്തിന്റെ കാരണഭൂതന്മാരായ പ്രകൃതി പുരുഷന്മാരും അവരുടെ നേതാവായ ഈശ്വരനുമാകുന്നു. ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ക്ഷത്രിയന്മാരെ നശിപ്പിക്കാനായി ഭൂമിയിൽ അവതരിച്ചവരാണ് നിങ്ങൾ എന്ന് അവതാര സമയത്തിൽ സ്പഷ്ടമായിട്ട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. തത്തേഗതോസ്മരണമദ്യപദാരവിന്ദം ആപന്ന സംസ്കൃതി ഭയാവഹം ആർത്തബന്ധു ഏതാവതാലമലം ഇന്ദ്രിയലാലസേന മർത്യാത്മദൃക് പരേ യഥാപത്യബുദ്ധി. ഹേ ദീനബന്ധു, ജനന മരണ ഭയത്തെ മൂലത്തോടെ നശിപ്പിച്ച് പരമാനന്ദത്തെ നൽകുന്ന അങ്ങയുടെ പാദപത്മത്തെ ഞാൻ ശരണം പ്രാപിക്കും. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്തതായ പരിശ്രമം ഇനി ഇത്ര മതിയായി എനിക്ക്. ഇന്ദ്രിയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിന്തിരുവടി പരമാത്മാവായിരിക്കെ എന്റെ പുത്രൻ എന്നുള്ള ഭാവം ഇത്രത്തോളം ദൃഢമായി ഉറച്ചതും നശിച്ചു പോകുന്ന ഈ ശരീരത്തെ കുറിച്ച് ആത്മാവാണെന്ന് അഭിമാനിച്ചതും. ഇങ്ങനെയുള്ള സമൂഹങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ കുറിച്ചുള്ള തൃഷ്ണ കൊണ്ട് ഠപ്പതനമല്ലാതെ പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മോഹത്തെ കടക്കാൻ ഉപകരിക്കുന്ന പരമാർത്ഥ ബോധം ഉണ്ടാവാനായി ഞാൻ ഭഗവാനെ അവിടുത്തെ പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു. സൂതീഗൃഹേ നനു ജഗാദ ഭവാനജ അജോ നൗ സംജജ്ഞ ഇത്യനുയുഗം നിജധർമ്മഗുപ്തേ നാനാതനുർഗഗനവൽ വിദധജ്ജഹാസി ഓ വേദഭൂമ്നമുരുഗായ ഭൂതിമായ. ഈശ്വരൻ
ഞാനാണെന്ന് നിശ്ചയിച്ചത് എങ്ങനെയാണ് എന്നായിരിക്കും അല്ലെ അവിടുന്ന് വിചാരിക്കണം. നിന്തിരുവടിയുടെ ആജ്ഞാരൂപമായ വേദത്തിൽ നിശ്ചയിക്കപ്പെട്ട സദാചാരക്രമത്തെ ഉല്ലംഘിക്കുന്നവരെ ശാസിച്ച് ധർമ്മം നിലനിർത്തുന്നതിനായി യുഗന്തോറും ഞാൻ അവതരിക്കുന്നു എന്ന് അവതാര സമയത്തിലെ പ്രസവമുറിയിൽ വെച്ച് ഭഗവാൻ ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ. ജന്മാദി വികാരങ്ങൾക്ക് കീഴടങ്ങാത്ത അങ്ങ് ഈ വിധം ബഹുവിധ ദേഹങ്ങൾ ധരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിലും ആകാശം എന്ന പോലെ ഒന്നിനോടും സംബന്ധമില്ലാതെ ഇരിക്കുന്നു. സർവത്ര നിറഞ്ഞിരിക്കുന്ന മഹാതേജോധാമമായ അങ്ങയുടെ ഐശ്വര്യരൂപമായ മായയുടെ യഥാർത്ഥ തത്വം ആരറിയും? ഭഗവാൻ ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്, ആകർണ്യേത്തം പിതൃവാക്യം ഭഗവാൻ സാത്വദർശഭ പ്രത്യാഹ പ്രശ്രയാ നമ്ര പ്രഹസൻ ലക്ഷ്ണയാ ഗിര. സകല ഭക്തന്മാരുടെയും അഭീഷ്ടത്തെ നൽകി അവരെ പരിപാലിക്കുന്ന നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പിതാവായ വസുദേവന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോ വിനയത്തോടെ നമസ്കരിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മൃദുസ്വരത്തിൽ മറുപടി പറയാണ്. ശ്രീ ഭഗവാൻ ഉവാച വചോവസമവേദാർത്ഥം താദേതത് ഉപവന്മഹേ എന്ന പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാകൃത. ഭഗവാൻ പറഞ്ഞു, ഹേ പിതാവേ, പുത്രന്മാരായ ഞങ്ങളെ ഉദ്ദേശിച്ച യാതൊരു പരമാർത്ഥ തത്വം അങ്ങ് നിരൂപണം ചെയ്തുവോ? ഈ വാക്ക് ശരിയായ അർത്ഥമുള്ളതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അഹം യൂയമസാവാര്യ ഇമേ ജദ്വാരകൗകസ സർവേപ്യവം യദുശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. ഹേ യദുത്തമ, ഞാനും ഈ ജ്യേഷ്ഠനും നിങ്ങളും ദ്വാരകാവാസികളായ മറ്റുള്ളവരൊക്കെയും എന്ന് മാത്രല്ല ചരാചരങ്ങൾ അഖിലവും ഇപ്പോ ഞങ്ങളെ ഉദ്ദേശിച്ച് വിചാരിച്ച രീതിയിൽ വിചാരിക്കപ്പെടുവാൻ യോഗ്യരാകുന്നു. പറഞ്ഞത് 100% സത്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരും ബ്രഹ്മരൂപന്മാരാകുന്നു എന്ന് വിചാരിക്കണം. ഞങ്ങൾ മാത്രം ബ്രഹ്മമായിട്ട് വിചാരിച്ചാൽ പോരാ. അതും പറഞ്ഞുണ്ട് ഭഗവാൻ. ആത്മാഹ്യേക സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണൈ ആത്മസൃഷ്ടൈസ്തൽകൃതേഷു ഭൂതേഷു ബഹുധേയത്തെ. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഏകനും നാശരഹിതനും താനേ തന്നെ പ്രകാശിക്കുന്നവനും ആകുന്നു. എങ്കിലും ഗുണസംബന്ധ നിമിത്തം നാശമുള്ളവൻ എന്ന പോലെ കാണപ്പെടുന്നു. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതങ്ങളിൽ, അതായത് ദേവ മനുഷ്യാദി ശരീരങ്ങളില് ബഹുരൂപനായി കാണപ്പെടുന്നു. ഉപാധി സംബന്ധ നിമിത്തം ആത്മാവ് അനേകമെന്ന് തോന്നുന്നതല്ലാതെ വാസ്തവത്തിൽ അനേകത്വം ഇല്ല. ഖം വായു ജ്യോതിരാപോ ഭൂ തൽകൃതേഷു യഥാശയം ആവിസ്ഥിരോൽപഭൂര്യേകോ നാനാത്വം യാത്യസാവപി. ഏകനായ ആത്മാവ് ബഹുവായിട്ട് കാണപ്പെടുന്ന വിധം വിവരിക്കണം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടമായ ഈ ജഗത്തില് കാണപ്പെടുന്ന ഓരോ ഉപാധിയുടെ വലുപ്പ ചെറുപ്പത്തെയും മറ്റും അനുസരിച്ച് അവയിൽ വ്യാപിച്ചിരിക്കുന്ന ഏകനായ ആത്മാവ് പ്രത്യക്ഷൻ, അപ്രത്യക്ഷൻ, അല്പൻ, മഹാൻ എന്ന ഭേദത്തില് ബഹുവായിട്ട് കാണപ്പെടുന്നു. അല്ലാതെ സ്വതേ ആത്മാവില് നാനാത്വം ഇല്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.